കെ സരൺകുമാർ CPM പ്രതിനിധി 677 കോടി രൂപയാണ് വയനാടിന് കൊടുത്ത 95 കോടി രൂപ കൂടി കഴിച്ചാൽ ബാക്കി ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ഫണ്ടിലുള്ളത്. എന്ത് പറഞ്ഞാലും എൻ്റെ ഇപ്പൊ കാശില്ല. എന്നാൽ ഈ ഫണ്ടിൽ നിന്നുള്ള പണം അടിയന്തരമായ ഒരു അത്യാഹിതമുണ്ടായാൽ നിങ്ങൾ എത്ര ചെലവഴിക്കും? ഇനി എത്ര രൂപ കൊടുക്കാൻ സാധ്യതയുണ്ട്? എന്തു പറഞ്ഞാലും ഞാൻ ഈ പണം തിരിച്ചു തരില്ല. ഇനി എങ്ങനെയാണ് ഈ പണം വിനിയോഗിക്കുക? 10 എനിക്ക്, 10 മാധവേട്ടനും, പിന്നെ 10 ഈ ഓട്ടോ തലേന്. ഇത്തരം കാര്യങ്ങൾ ഹൈക്കോടതി ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് ഉത്തരമില്ലാതെ പോയത്? മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. സംസ്ഥാന ഗവൺമെന്റ് എന്തോ വലിയ അപരാധം ചെയ്തു. ആ അപരാധത്തിന്റെ ഭാഗമായിട്ടാണ് നയാ പൈസ കേന്ദ്രം തരാത്തതെന്ന അതിൽ സത്യമല്ലേ? പറ. ആ 219 കോടി രൂപ അഡീഷണൽ ആയിട്ട് ദുരന്ത നിവാരണത്തിന് വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ ആവശ്യപ്പെടുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ SDRF എത്ര രൂപ ബാക്കിയുണ്ട്? സത്യം പറയാമല്ലോ, അന്ന് 599 കോടി രൂപ SDRF ഉണ്ട്, ഞങ്ങളുടെ ഫണ്ടിലുണ്ട്. പക്ഷേ ഞാൻ ഈ പണം തരില്ല. അതൊക്കെയുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത് എത്രയാണോ അത് ചെലവഴിച്ചുകൂടെ? എന്താണ് അല്ല മിസ്റ്റർ, 519 കോടി 599 കോടിയിൽ നിന്ന് ചെലവഴിച്ചിരുന്നുവെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുമായിരുന്നത്? അവിടുത്തെ പാവം ജനങ്ങൾക്ക് അതൊരു ആശ്വാസവും. അത് ഞാൻ സമ്മതിക്കില്ല. മാസമായി അവിടെ ചെലവഴിച്ച തുക മുഴുവൻ ഈ കേരളത്തിന്റെ ഫണ്ടിൽ നിന്നാണ്, SDRF നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ്. എന്ത് വിടലാണ് ഇയാള്? ഇതിനൊക്കെ ഹൈക്കോടതി ചോദിച്ചു നിങ്ങളുടെ ഫണ്ടിൽ നിന്ന് എടുത്ത് ചെലവ്. നിങ്ങൾ എന്നെ കേൾക്കൂ. അല്ല മിസ്റ്റർ, നിങ്ങൾ കേൾക്കൂ. എല്ലാരും കേൾക്കുന്നുണ്ട്. ആ പണം സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുണ്ട്. അത് എടുക്കാതെ കേന്ദ്രത്തിനടുത്ത് 219 കോടി ചോദിച്ചത് എന്തിനെന്താണ് ചോദ്യം? നീ ഇപ്പൊ ചോദിച്ചത് ഒരു ആദ്യം ഊള ആൻസറാ. അത് തെറ്റായ ചോദ്യമാണ്. നിങ്ങളുടെ പ്രകാരം എടുക്കുന്നതിന് എന്താ തടസ്സം? അതാണ് എന്റെ ചോദ്യം. കൈയിട്ട് വരാൻ പറ്റും. അല്ല, അതിൽ മാനദണ്ഡ പ്രകാരം എടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല. പക്ഷേ നീ എന്തു പറഞ്ഞാലും ഞാൻ ഈ പണം തിരിച്ചു തരില്ല. എന്തൊക്കെ കിനാവുകളാണ് ഞാൻ മെനഞ്ഞു കൂട്ടിയെന്നറിയാം. ആ 10 എണ്ണത്തിൽ നിന്നാണ് അവിടുത്തെ എല്ലാ നഷ്ടപ്പെട്ട ജനങ്ങളുടെ അഭിപ്രായം കൂടി തേടിയിട്ടാണ് ഇതെല്ലാം കിട്ടി, പക്ഷെ ഒന്നും കിട്ടിയില്ല എന്നാണെങ്കിൽ തന്നെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? വെള്ളത്തിന് നൽകിയാൽ നിങ്ങൾ എന്ന് ടൗൺഷിപ്പിന്റെ പണി തുടങ്ങും? അത് പറയും. കാലം കുറച്ചാലും ഇപ്പൊ ശരിയാക്കാന്ന് ചിലച്ചോണ്ടിരുന്നാ പോരാ. എപ്പൊ ശരിയാക്കാ ഒക്കൊന്ന് ഇപ്പൊ പറയണം. അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റൂല. ടൗൺഷിപ്പിന്റെ പണി ഇപ്പൊ കോടതിയിലാണ്. ഇതിന്റെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ പ്രൊസീഡിംഗ്സ് ആരംഭിച്ചാൽ അപ്പൊ തന്നെ അന്നോ അല്ല അന്നല്ല, അവിടുന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ പണി ആരംഭിക്കും. ഒരു സംശയമില്ല. അപ്പൊ പണം അപ്പോഴേക്ക് വന്നാൽ മതി. അപ്പൊ പണം അപ്പോഴേക്ക് എല്ലാരും വിളിച്ചു.